20 റക്അത്തുണ്ട് തറാവീഹ് എന്ന് പറയുന്ന മദ്ഹബുകാർ ഉദ്ധരിക്കാത്ത ഒരൊറ്റ ഹദീസും, അവർ കാണാതെ പോയ ഒരൊറ്റ ഹദീസും വഹാബികൾക്ക് മാത്രം മദ്ഹബ് വിരോധത്തിന് വേണ്ടി ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മൾ ഇമാമികൾ വിശദീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ലഭിക്കാതെ പോയതല്ല, ഇത് കാണാതെ പോയതുമല്ല. അപ്പോൾ ഇത് ലഭിക്കാതെ പോയതോ കാണാതെ പോയതോ അല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. മഹല്ലി ഒതുങ്ങുന്ന എല്ലാ മുസ്ലിയാക്കന്മാരും ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് സഹോദരങ്ങളെ പിന്നെ നിങ്ങൾ ഈ തർക്കിക്കുന്നത്? അപ്പോൾ നജീം മൗലവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ 20 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസ് ദഈഫാണെന്ന് പറയുകയും നബി 8 റക്അത്തും വിത്റുമാണ് നിസ്കരിച്ചത് എന്ന് നബിയോടൊപ്പം നിസ്കാരത്തിൽ പങ്കെടുത്ത ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് സ്വഹീഹാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. വഹാബിയുടെ നിയമപ്രകാരം ഈ 8ന്റെ ഹദീസായിട്ട് വന്നാൽ ഹദീസ് കൊണ്ട് സമർത്ഥിക്കാനാണെങ്കിൽ നമുക്ക് അവരെ പിടികൂടാം. കാരണം ഈ 8ന്റെ ഹദീസ്, ഈ 8ന്റെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അവരുടെ ഭാഷ പ്രകാരം സ്വഹീഹല്ല, ലൈഫാണ്. ലൈഫായ ഹദീസ് ആണെങ്കിലോ അവർ വലിച്ചെറിയും. അങ്ങനെ അവർക്ക് റിപ്പോർട്ട് സ്വഹീഹായ ഹദീസ് എടുത്തുക്കൊന്നുമല്ല, ഒരു ബൽച്ചെറിയാണ്. സ്വഹീഹായ ഹദീസിൽ കൊണ്ടാ ബാക്കിയൊക്കെ ബൽച്ചെറിയാന്നാണ്. ബൽച്ചെറിയുള്ള ഹദീസാണ് സ്വഹീഹല്ലാത്തതൊക്കെ. ലൈഫാണെന്ന് തോന്നുന്നതും ലൈഫാണെന്ന് ആരെങ്കിലും പറഞ്ഞതുമെല്ലാം തള്ളണമെന്ന് പറയുന്നവർക്ക് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ തന്നെ അവകാശമില്ല. നമ്മൾ ഇബ്നു ഹുസൈമയെ അവലംബിക്കുന്നത് കൊണ്ടും ഇബ്നു ഹബ്ബാൻ എന്നവരെ അവലംബിക്കുന്നത് കൊണ്ടുമാണ് അവരുടെ സ്വഹീഹിൽ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ സ്വഹീഹ് എന്ന് പറഞ്ഞത്. എന്നാലും ഇതിൽ അവ്യക്തതയുള്ളത് കൊണ്ട് മഹാനർ ഒരു ദിവസം മാത്രം പങ്കെടുത്തയാളും 8 ശേഷിച്ചിരിക്കുമ്പോൾ വന്നതാകാനുമുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ സാധ്യതകൾ നിലനിൽക്കുന്നത് പ്രമാണത്തിന് വയ്യാതെ അവിടെ വെച്ചേക്കൂ എന്നാണ് നമ്മുടെ നിലപാട്. വഹാബികൾ ഇത് പിടിച്ചിട്ട് 8ആണെന്ന് സമർത്ഥിക്കാൻ വന്നാൽ ഈ ഹദീസ് ദഈഫാകുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരുമായി ഓല വീക്ഷണപ്രകാരം, നമ്മളെ വീക്ഷണമല്ല. കാരണം ഈ ഹദീസിന്റെ അകത്ത് ഈസ ഇബ്നു ജാരിയ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ജാബിർ എന്നവരിൽ നിന്ന് വന്നിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നയാൾ ഈസ ഇബ്നു ജാരിയ എന്നയാളാണ്. ഈസ ഇബ്നു ജാരിയയിൽ നിന്നല്ലാതെ ഈ ഹദീസ് വന്നിട്ടില്ല. ഈസ ഇബ്നു ജാരിയ എന്ന ആളാണെങ്കിൽ ഫഖാല ദഹബിയു, ദഹബി അവരുടെ വലിയ മാസ്റ്റർ പീസ് നേതാവാണ്. അതായത് ഹദീസിന്റെ നിരൂപണത്തിൽ നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ നിശ്ചിത നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെത്. ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും നിരൂപണത്തിൽ. പക്ഷേ ആ ദഹബിനെ ഇവർ തള്ളൂല, വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ ദഹബി പറയുന്നു ഈസ ഇബ്നു ജാരിയത്തൽ അൻസാരി അൻ ജാബിരിൻ, ജാബിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈസ ഇബ്നു ജാരിയ, മദനിയുൻ, അദ്ദേഹം മദീനക്കാരനാണ്. വഅൻഹു യഅഖൂബുൽ ഖുമ്മി, അദ്ദേഹത്തിൽ നിന്ന് യഅഖൂബുൽ ഖുമ്മി നിവേദനം ചെയ്യും. വജമാഅത്തുൻ വേറെ സംഘം. അങ്ങനെ തന്നെ ഹദീസ് യഅഖൂബുൽ ഖുമ്മി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ജാബിറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഈ ആളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഖാല ഇബ്നു മഈൻ ഇൻദഹു മനാകീർ, ഈ ഈസ ഇബ്നു ജാരിയ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഒരുപാട് മുങ്കറുകളുണ്ട്. ഹദീസ് സ്വീകാര്യമല്ല, അയാൾ ദുർബലനാണ് എന്ന് പറയാനുള്ള ഒരു വാക്കാണത്. വഖാല നസായി മുങ്കറുൽ ഹദീസ്, ഇമാം നസായി പറയുന്നു ഈസ ഇബ്നു ജാരിയത്ത് മുങ്കറുൽ ഹദീസാണ്. വജാഅ മത്റൂഖുൻ, അയാൾ മത്റൂഖ്